ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഇതാണ് രാഷ്ട്രീയം. കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ദേശീയ തലത്തിൽ ദേവഗൌഡയുടെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകൻ എന്താണ് പേര് മന്ത്രി കുമാരസ്വാമി മന്ത്രിയായി നിൽക്കുന്ന മുന്നണിയുടെ ഭാഗമായ JDS-ലെ 2 MLA-മാർ LDF-ന്റെ കൂടെ ഘടകകക്ഷിയായി കൃഷ്ണൻകുട്ടിയേട്ടൻ മന്ത്രിയായി നിൽക്കുകയാണ്. അത് കേരളം ഈ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഈ പറയുന്ന പൊളിറ്റിക്കൽ നെക്സസ് RSS-ഉമായി BJP-യുമായിട്ടൊക്കെ മുഖ്യമന്ത്രിക്കുള്ള നെക്സസിനെ അടിവരയിടുന്നതാണ്. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ് അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. തീർച്ചയായിട്ടും ആ പിന്തുണ ഇവിടെ പ്രഖ്യാപിച്ച് അവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങളോടൊപ്പം വരാൻ ആത്മാർത്ഥമായി തയ്യാറായ എരഞ്ഞിക്കൽ ഇസ്മായിൽ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും പ്രവർത്തകരെയും ആത്മാർത്ഥമായി AITC-യിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. കാര്യങ്ങളെ ഇസ്മായിൽ വിശദീകരിക്കും. ദേശീയ പ്രസിഡന്റ് ദേവഗൌഡ, അതിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി മകൻ കുമാരസ്വാമി ഇന്ന് BJP-യുടെ കൂടെ ഘടകകക്ഷിയായിട്ടാണ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ BJP-ന്റെ കൂടെയും സംസ്ഥാനത്തുമ്പോൾ അത് ഇടതുവശത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മേഖലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ പിണറായിസത്തിന്റെയും അല്ലെങ്കിൽ BJP-യുമായുള്ള അന്തർധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്തുകൊണ്ട് ഇപ്പോൾ DMC-യിൽ ചേരുന്നു എന്നൊരു ചോദ്യം ഇവിടെ ഉണ്ട്. ഇപ്പൊ ഈ കാലഘട്ടത്തില് വർഗീയതക്കെതിരെയും ഫാസിസത്തിനെതിരെയും പോലീസിലെ സംഘീവൽക്കരണത്തിനെതിരെയും ശബ്ദമുയർത്തിയ ഒരു നേതാവാണ് മുൻ MLA ആയിരുന്ന PV അൻവർ. അത് തുടക്കത്തിൽ തന്നെ സുജിത് ദാസിന്റെ ഇവിടുത്തെ മലപ്പുറം ജില്ലയെ തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ച അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ ADGP-യിലേക്കും മുഖ്യമന്ത്രിയുടെ അഡീഷണൽ PS ശശിയിലേക്കും മുഖ്യമന്ത്രിയിലേക്കും എത്തി. അപ്പോൾ ഞാൻ അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങൾ മലപ്പുറം ജില്ലയിലെ വെറും 8,000-9,000 കേസുണ്ടായിരുന്ന മലപ്പുറം ജില്ലയെ 35,000 ക്രിമിനൽ കേസ് ഉണ്ടാക്കി ഈ ജില്ലയെ ഒരു വർഗീകരിച്ചുകൊണ്ട് തീവ്രവാദ ജില്ലയാക്കാൻ ശ്രമിച്ചു. ആ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ADGP-ന്റെ വിഷയം. അപ്പൊ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം, ഞങ്ങൾ ചെയ്യുന്ന ജനകീയ പ്രക്ഷോഭം, നിയമ പോരാട്ടം, ഇതെല്ലാം അൻവറും ജനങ്ങൾക്കൊപ്പം കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ അവസരത്തിൽ അൻവർ ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ തീർച്ചയായും PV അൻവറിന് പിന്തുണ എടുത്തുകൊണ്ട് തൃണമൂലിൽ ലയിച്ചുകൊണ്ട് തന്നെ മുന്നേറാമെന്നൊരു തീരുമാനത്തിലാണ് നിയോജക മണ്ഡല കമ്മിറ്റി ഈ തീരുമാനം. ആയിക്കോട്ടെ, ശരി ശരി. JDS ദേശീയ കൗൺസിൽ അംഗം, ദേശീയ കൗൺസിൽ, ഹലോ, നിലമ്പൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർ. ഹലോ, ഇല്ല, LDF-ന് ചോദിച്ചു പോകുന്നില്ല. അത് ഞാൻ പറഞ്ഞു, LDF-ന് ചോദിച്ചു പോകുന്നത് വെച്ചാൽ BJP-യുമായി LDF ഉണ്ടാക്കിയ ധാരണ, തൃണമൂൽ കോൺഗ്രസ് അല്ല, പിന്നെ ജനതാദളും BJP ഒരുമിച്ചാണ് മുന്നണി സംവിധാനം ദേശീയ ലെവലില്. അല്ല, നിലമ്പൂരിന് പറഞ്ഞാൽ വേറെല്ലോ, ഒരു പാർട്ടിയുടെ കീഴിലല്ലേ നിലമ്പൂരും വരുന്നത്. മുന്നണി LDF വരുന്നത്, LDF മുന്നണി സംവിധാനത്തിൽ LDF നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും വരുന്നത്. അത് ജില്ലയാളിൽ വരുന്ന LDF മുന്നണി സംവിധാനത്തിലാണ്. അപ്പൊ LDF മുന്നണിയിൽ നിൽക്കുന്ന ജനതാദളിൽ നിൽക്കുന്ന ദേശീയ ലെവലിൽ BJP-ന്റെ കൂടെയാണ്. അതെ, സംസ്ഥാന ഘടകമല്ല, നിയോജക മണ്ഡലത്തിലെ പ്രവർത്തകർ. നമുക്ക് നിയോജക മണ്ഡലം പറയാൻ പറ്റുള്ളൂ. തൃണമൂലിലേക്ക് എത്തുകയാണ്. ഏകദേശം 500ഓളം പ്രവർത്തകരുണ്ട് നിയോജക മണ്ഡലം കമ്മിറ്റികളായിട്ട്. തൃണമൂലിലേക്ക് വരും. ഒന്നാം വർഷം ഒന്നിച്ചൊന്നായി ആഘോഷിക്കാം. 1000 രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 50 ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിനുകൾ വീതം സ്വന്തമാക്കാം.
Shreyas Bags is ready to welcome the new academic year with new trending bags, excellent after-sale service and warranty when buying bags. Shreyas Bags, Chungattara, New Bus Stand, Edakara.